ലോകം നടുങ്ങിയ സുനാമി ദുരന്തത്തിന് ഇന്ന് 19 വയസ്സ്. 2004 ഡിസംബർ 26-നായിരുന്നു കേരള തീരങ്ങളെ അടക്കം തുടച്ചുമാറ്റിയ ഭീമൻ തിരമാലകൾ ആഞ്ഞടിച്ചത്. ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങി 15 രാജ്യങ്ങളിൽ നിന്നായി 2.5 ലക്ഷം ആളുകളെയാണ് സുനാമി മരണത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. 2004 ഡിസംബർ 26-ന് പ്രാദേശിക സമയം 7:59-നാണ് മരണത്തിരമാലകൾക്ക് രൂപം കൊടുത്ത ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ 7 മണിക്കൂറിനുള്ളിൽ കിഴക്കൻ ആഫ്രിക്ക വരെ എത്തിയ സുനാമി തിരകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെമ്പാടും നാശം വിതച്ചു. ഇന്ത്യയിൽ കേരളം, തമിഴ്നാട്, ആന്ധ്ര, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ തീരങ്ങളിലാണ് സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചത്. ഇവിടങ്ങളിലായി 16,000 ജീവനുകളാണ് പൊലിഞ്ഞത്. സുനാമി തിരകൾ തച്ചുതകർത്ത തീരങ്ങളെ വീണ്ടെടുക്കാൻ വർഷങ്ങൾ നീണ്ട പ്രയത്നങ്ങൾ വേണ്ടിവന്നു. ലോകം ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ നിൽക്കവെയാണ് വടക്കൻ സുമാത്രയിൽ കടലിനടിയിലുണ്ടായ ഭൂകമ്പം ചരിത്രത്തെ മാറ്റിമറിച്ചത്. കേരളത്തിൽ 236 പേർക്ക് ജീവൻ പൊലിഞ്ഞു. ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടായത് ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ്. ആലപ്പാട് മുതൽ അഴീക്കൽ വരെ 8 കിലോമീറ്റർ ദൂരം തീരം കടലെടുത്തു. കേരളത്തിൽ മാത്രം 3000 വീടുകൾ തകർന്നു. തമിഴ്നാട്ടിൽ മാത്രം 7,000 മരണം. സുനാമിയുടെ തീവ്രത ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്തോനേഷ്യയ്ക്കായിരുന്നു. 1,67,000 പേർ മരിച്ചെന്നും 5 ലക്ഷത്തിലധികം വീടുകൾ തകർന്നുവെന്നുമാണ് കണക്കുകൾ. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ ഭൂചലനത്തെ തുടർന്നുണ്ടായ കടൽ തിരകൾ രാവിലെ 10:45-ഓടെയാണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് ഇരച്ചെത്തിയത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, കണ്ണൂർ ജില്ലകൾ സുനാമിയുടെ ആഘാതത്തിൽ വിറച്ചു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ ആഘാതങ്ങളുണ്ടായത്. അലറി വിളിച്ചെത്തിയ തിരമാലകൾ ആറാട്ടുപുഴയിലെ മത്സ്യത്തൊഴിലാളി ഗ്രാമമായ വലിയഴിക്കൽ, തറയിൽക്കടവ്, പെരുമ്പള്ളി പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞു. 3000-ലധികം വീടുകൾ തകർന്നു. സംസ്ഥാനത്താകെ 180-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി. കന്നുകാലികളും വളർത്തുമൃഗങ്ങളുമടക്കം നിരവധി ജീവനുകൾ പൊലിഞ്ഞു. കോടികളുടെ നാശനഷ്ടം വേറെയും. വടക്കൻ സുമാത്രയിലുണ്ടായ കടൽ ഭൂചലനമാണ് മരണത്തിരമാലകളായി ആഞ്ഞടിച്ചത്. 9.3 വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂചലനമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91 ന്യൂസ്.